നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഇഷ്ടം പോലെ പണി കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ നമ്മള് എന്താ പറയാ, നമ്മൾ മൂന്നാർ പോകുന്ന പോലെയോ അല്ലെങ്കിൽ കൊടൈക്കനാല് പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഊട്ടി പോകുന്ന പോലെയോ ഈസി ആയിട്ട് കയറി പോയിട്ട് ഈസി ആയിട്ട് ഇറങ്ങി വരാന്നുള്ളൊരു വിചാരം കൊണ്ട് ആരും ലഡാക്ക് കയറണ്ട. നമുക്ക് ഇഷ്ടം പോലെ പണി കിട്ടും. അയ്യോ ഗായ്സ്, അപ്പൊ നമ്മള് ലേലത്ത് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. 12 മണിയായിട്ടോ, ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ മെല്ലെ ലേയിൽ കയറിയല്ലേ. ഇപ്പൊ നേരത്തെ പോടോന്നൊക്കെ നമ്മൾ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോ വേറെ വഴിയില്ല, 12 മണിയായി. തണുത്തിട്ട് പാടില്ല അപ്പോ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇപ്പോൾ എന്നാലും പറ്റാവുന്നത്ര ദൂരം പിടിച്ചിട്ട് നമ്മൾ ലൈക്ക് അറ്റ്ലീസ്റ്റ് നാളെയെങ്കിലും കയറുന്ന രീതിയിലുള്ള ഒരു സ്റ്റേ എടുക്കാനാണ്. മാക്സിമം കിലോമീറ്റർ കവർ ചെയ്യുക, എന്നിട്ട് പിടിക്കുക. എന്തുകൊണ്ടാണ് അത്ര ലേറ്റായി പോണേന്ന് ചോദിക്കല്ലേ പ്ലീസ്. എന്താ പറയുക, നമ്മൾ നിങ്ങൾ കുറ്റം പറഞ്ഞതല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. രാത്രി -6 ആയിരുന്നു തണുപ്പ്. രാവിലെ 10 മണിക്ക് പതുക്കെ -1, -0, -1, -2 അങ്ങനെയൊക്കെ ആയിരുന്നു നിന്നത്. പിന്നെ ഇപ്പോൾ പതിയെ ഒരു 2 ഡിഗ്രി ആയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, എന്നാലും നല്ല തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ ഉംലിംഗ നോക്കി പോവാണ്. ഏതുവരെ എത്തും എന്നറിയില്ല. ഉംലിംഗ വരെ എത്താൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെയുള്ള കാഴ്ചകളും കാര്യങ്ങളും വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ലൈക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തരുന്നുണ്ട്. ഇനിയും തുടർന്ന് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ്, അപ്പോൾ നമ്മൾ പെർമിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. പെർമിറ്റ് നോക്കാം. അതിൻ്റെ ഇടയിൽ ഏതില്ലേ അതിൽ ഡൊമസ്റ്റിക് എടുക്കും. ഇതിലെല്ലാം എടുത്തു തരാൻ പറഞ്ഞു. ഇപ്പോൾ എടുക്കുന്നില്ലേ? എല്ലാത്തിനും വേഗം പെർമിറ്റ് കാര്യങ്ങളെല്ലാം എടുത്ത് ഉംലിംഗിലെ കയറാമെന്നായിരുന്നു പ്ലാന്. അതിനായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗവൺമെന്റ് ഓഫീസൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ അക്ഷയ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സെന്റർ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ ഒരു ചെറിയ ഷോപ്പായിരുന്നു. ഇവിടെ അങ്ങനെയും ഷോപ്പിൽ നിന്ന് നമുക്ക് പെർമിറ്റ് ഒക്കെ എടുത്തു തരും കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് എടുക്കാന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്തോ നല്ല സ്നേഹമുള്ള ആളായതുകൊണ്ട് നിങ്ങൾ തന്നെ എടുത്തോ, ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം കാശാവുമെന്ന് പറഞ്ഞു. സോ പെർ ഹെഡ് 400 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് പെർമിറ്റിന് വന്നിട്ടുള്ളൂ കേട്ടോ. എല്ലാ പ്ലേസും നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം 400 രൂപയാണ് നമുക്ക് പെർമിറ്റിന് വന്നത്. ശരി, വേഗം എടുത്ത് നമുക്ക് ഉംലിംഗിലെ കയറാലോ എന്ന സന്തോഷത്തിൽ നോക്കുമ്പോഴാണ് വാടിയ മുഖമായിട്ട് സഞ്ജയ് ഇരിക്കുന്നത്. സഞ്ജയുടെ ഡൊമിനാറിന് എന്തോ കംപ്ലൈന്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ അപ്പൊ വണ്ടി ഓഫ് ആവും. എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വേഗം പെർമിറ്റ് എടുത്തിട്ട് വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിച്ച് നോക്കാം. ചെറിയ സ്പാർക്ക് പ്ലഗിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ വർക്ക്ഷോപ്പിൽ പോയപ്പോഴാണ് പുള്ളി വലിയൊരു ബോംബ് എടുത്തിട്ടത്. ഓക്സിജൻ്റെ അപ്പം എന്ത് ചെയ്യും? പ്ലഗ് മാറ്റാം. ഒന്നും ചെയ്യാനില്ലേ? സഞ്ജയന്റെ വണ്ടി എന്താണെന്നറിയില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷെ അപ്പം തന്നെ ഓഫ് ആവുന്നു. ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ പ്ലഗ് ഇല്ലേ, പവർ പ്ലഗ്, അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പുള്ളി ഒരു വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളി പറയുന്നത് ഓക്സിജൻ്റെ കുറവ് കാരണമാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ ശരിയാവും? അങ്ങനെയാണെങ്കിൽ എല്ലാ ബൈക്കിനും വരില്ല. ഒന്ന് പോയി നോക്കാം. എന്താ പറയുന്നത്? മാറ്റണോ വേണ്ടേ? ഇട്ടേക്ക്, നല്ലതല്ലേ?
ഒരു പ്ലഗ് മാറ്റി, പ്ലഗ് നീ മാറ്റി നോക്കൂ വെറുതെ. നോക്കാം, പ്ലഗ് മാറ്റി സെയിം തന്നെ. അത് സാരല്ല, നീ ഒന്ന് എന്തായാലും മാറ്റി നോക്ക്. ഇപ്പോൾ ഓക്സിജൻ്റെ പ്രശ്നമാണോ പ്ലഗിൻ്റെ പ്രശ്നമാണോ നമുക്കിപ്പോൾ അറിയാം. അതാണ് ഓക്സിജൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിക്കും വരണ്ടേ. അത്രേ ഉള്ളൂ. ഇതൊന്നുമല്ല, ഏതോ ലോകസ്ഥാനം. എനിക്ക് കുറച്ച് സമയം കൊടുക്കും പവർ പറ്റാൻ. അയ്യോ, പ്ലഗ് മാറിയപ്പോ എന്താണ്? അപ്പൊ മാറിയില്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. ഒന്നുകൂടി ഇട്. കയറി വരുന്നുണ്ട്, പവർ വരുന്നുണ്ട്. ഒന്ന് റൈസ്. അയ്യോ, ഇവിടെ നമുക്ക് വേറെ നോക്കാന്ന്. ഇതിപ്പോ ഇവിടുന്ന് മല കയറാണല്ലോ അല്ലേ, ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പണി പാളും. എവിടെ ആള്? പുള്ളി എവിടെ? ബൈ ബ്രോ, ये फिर भी ऐसा ही हो रहा है. ഇതിപ്പോ പുള്ളി വീണ്ടും പറയുന്നത് ഓക്സിജൻ കുറവായതുകൊണ്ടാണ് വണ്ടി ഓഫ് ആവണമെന്ന്. പക്ഷെ ആ ലോജിക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം 5 വണ്ടി വന്നതിൽ അവന്റെ വണ്ടി മാത്രമേ ഇങ്ങനെ ഓഫ് ആവുന്നുള്ളൂ. സോ അതല്ല എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. പുള്ളിക്ക് ഇനി അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, പുള്ളി അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു ടെറൈനിൽ നമ്മൾ ഇങ്ങനെ ഓടിക്കുന്നത് എത്ര റിസ്ക് ആണെന്ന് നമുക്കറിയാലോ. പക്ഷെ വേറെ വഴിയില്ല. പുള്ളി പറഞ്ഞ പ്രകാരം നമുക്ക് ഓടിച്ചു പോകാം എന്നുള്ള രീതിയിൽ സഞ്ജയും പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര അവിടെ നിന്ന് തുടരുകയാണ് ചെയ്തത് കേട്ടോ. സഞ്ജയന്റെ വണ്ടി ശരിയായില്ല കേട്ടോ. നമ്മൾ സർവീസ് സെന്റർ ഇവിടെ ഒന്നും ഇല്ല. പിന്നെ സർവീസ് സെന്ററിൽ വിളിച്ചു ചോദിച്ചു കേരളത്തിലുള്ളത്. പിന്നെ 1-2 വർക്ക്ഷോപ്പ് അറിയുന്ന ചേട്ടന്മാരെയും വിളിച്ചു നോക്കി. അപ്പോൾ അവർ പറയുന്നത് കോൾഡ് ആയാലും ഒരുപാട് കോൾഡ് ആയാലും അങ്ങനെ വരുമെന്നാണ്. ഇത് സംഭവം സ്റ്റാർട്ടാവുന്നതിനൊന്നും വിഷയമില്ല. ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്താൽ വണ്ടി പോകുന്നുണ്ട്. ത്രോട്ടലിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അതെന്താണെന്നാണ് ഇപ്പോൾ അറിയാത്തത്. അത് ചിലപ്പോൾ കോൾഡ് ആയിരിക്കാം, അല്ലെ പിന്നെ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ച പെട്രോൾ മറ്റേ കരട് നിറയെ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയണത്. പക്ഷെ എന്തായാലും വണ്ടി ഇപ്പോൾ മൂവ് ആവുന്നുണ്ട്. ജസ്റ്റ് ആക്സിലേറ്റർ പുള്ള് ചെയ്തുകൊണ്ടേയിരിക്കണം. റൈസ് ചെയ്ത് കയറ്റിക്കൊണ്ടേ പോകണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ യാത്ര തുടരാം എന്നുള്ള തീരുമാനത്തിൽ. ടാങ്കൊക്കെ ഓൾറെഡി ഫുള്ളാണ്. നമുക്ക് ടാങ്ക് ബാഗ് ഇതിൽ കൂടെ പെട്രോൾ അടിച്ച് മൂവ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തോ പെട്രോൾ അടിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാം. അപ്പം ഇനി എത്ര പോകാൻ പറ്റുന്നോ അത്രേ പറ്റുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 6 മണി വരെയൊക്കെ റെഡി ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. സോ എത്ര പറ്റുന്നോ അത്രത്തോളം നമ്മൾ യാത്ര ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അടുത്ത വഴിയിലെ കാഴ്ചകൾ കിതക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ്റെ ചെറിയ കുറവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ കിതപ്പ് വരുന്നത്. സോ ഗായ്സ് സ്റ്റേ ട്യൂൺഡ്. നമുക്ക് വഴിയുടെ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുൾ മാറ്റിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം 4 മണി ആകാറായി. നമ്മൾ ലേ വിട്ടു കേട്ടോ. ലേ വിട്ടു. നമ്മളിപ്പോൾ അടുത്തുള്ളൊരു ഏകദേശം ഒരു സ്വിച്ച് പിടിക്കാന്നുള്ളൊരു തീരുമാനത്തിൽ പോവുകയാണ്. അടുത്തൊരു സ്വിച്ച് ആണ് ഹാനിലെ പിടിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പരിപാടി.
കാരണം നമുക്ക് ഇനി പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത് രാത്രി, പിന്നെ രാത്രി ഇവിടെ ഫുൾ സേഫ് ആണ് കേട്ടോ. നമ്മൾ അത്ര സേഫ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വണ്ടി വെച്ചിട്ട് പോവാം, ഫോൺ വെച്ചിട്ട് പോവാം, ലൈക്ക് അങ്ങനെയാണ്. ആർമി ആയാലും പോലീസ് ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ജനങ്ങളായാലും അത്ര സേഫാണ് നമുക്ക്. സോ രാത്രി ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള എല്ലാ പ്രോബ്ലം തണുപ്പ്. ഓക്കെ, ഇപ്പൊ തന്നെ 4 മണി ആയില്ലേ, 4 മണിക്ക് തന്നെ നല്ല തണുപ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഒരു 1-2 ഡിഗ്രി ഒക്കെ ആയിരിക്കും. ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ മൈനസിലോട്ട് കിടക്കും. മൈനസിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു -4, -5 അങ്ങനെ മൈനസിലോട്ട് പോവും. അതോടെ മോനെ പരിപാടി നടക്കൂല. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് മുള്ളാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. സോ അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ പിള്ളേരെ അവിടെ പോവാണ് കേട്ടോ. നമ്മള് ഒരുത്തൻ ബാക്കിലുണ്ട്. പിള്ളേരെങ്ങനേലും 6 മണിക്ക് മുന്നേ എത്തണമെന്നുള്ള രീതിയിൽ പറക്കണം. ഞാൻ പിന്നെ നമുക്ക് എന്താ പറയാ, റോഡ് അത്യാവശ്യം ഓക്കെ ആണ്, നല്ല റോഡ് തന്നെയാണ്. അപ്പോ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ്. ഓക്കെ, ഇപ്പൊ തണുപ്പാണ് ഇവിടെ പ്രശ്നം. ഇവിടെ രാത്രി ഡ്രൈവ് ചെയ്താലും സീനൊന്നുമില്ല കേട്ടോ. ധൈര്യത്തിൽ ഇപ്പൊ ആണായാലും പെണ്ണായാലും നിങ്ങൾ പെയറായാലും ആരായാലും വന്നോ, ധൈര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയാ ഡ്രൈവ് ചെയ്യാം. നൈറ്റ് ഡ്രൈവ് ചെയ്യാം, 12 മണിക്ക് ഡ്രൈവ് ചെയ്യാം, 1 മണിക്ക് ഡ്രൈവ് ചെയ്യാം, ഏർലി മോർണിംഗ് ഡ്രൈവ് ചെയ്യാം. എപ്പോൾ വേണേലും പുറത്ത് വരാം. നോ ഇഷ്യൂ. സേഫ്റ്റിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വിൽ പവർ വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തണുപ്പിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ. രാത്രിയില്ല പകലൊന്നില്ലാതെ നിങ്ങൾ പുറത്തിറങ്ങിയ ഡ്രൈവ് ചെയ്യേ എന്ത് വേണേലും ചെയ്തോ. ഓക്കെ, അപ്പോ ഇപ്പോഴാണ് 1-2 റൈഡേഴ്സിനെ കാണുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഞങ്ങള് ഹാൻലെ എന്നുള്ള സ്ഥലത്തില്, ഹാൻലെ എന്നാണ് ഇപ്പൊ അടുത്ത സ്ഥലം. അപ്പൊ അവിടേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 100-120 കിലോമീറ്ററോ ഉള്ളൂ. ഇന്നലത്തെ സ്റ്റേ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ലേ, ഫുള്ള് എന്താ പറയാ നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഞാനൊന്ന് ഡ്രോൺ പറത്താൻ നോക്കിട്ടോ, ഡ്രോൺ സമ്മതിച്ചില്ല. അപ്പുറത്ത് ഞങ്ങൾ ഇന്നലെ എത്തുമ്പോ ലേറ്റ് ആയപ്പോ നമുക്ക് മറ്റേ ലേയുടെ എയർപോർട്ട് ക്രോസ് ചെയ്തിട്ടാണ് വന്നത്. അത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. സോ ലേയുടെ എയർപോർട്ട് അടുത്തുള്ളത് കാരണം ഡ്രോൺ പറഞ്ഞു ഞാൻ പൊങ്ങത്തില്ല, എന്നെ പൊക്കാൻ ശ്രമിക്കണ്ടെന്ന്. ഇനി നിനക്ക് പൊക്കിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിന്റെ നമ്പർ ഇതാ, ഇമെയിൽ ID ഇതാ, വീട്ട് അഡ്രസ് ഇതാ, എന്നാ ഞാൻ പൊക്കാന്ന് പറഞ്ഞിട്ട് ഓതറൈസേഷൻ ചോദിക്കണ്ടായിരുന്നു. ആക്ച്വലി ആ ഓതറൈസേഷൻ ഗവൺമെന്റ് ആണ് ചോദിക്കുന്നത്. അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഉറപ്പായും പൊക്കും. സോ ഫൈനും കിട്ടും. അപ്പൊ അതിനേക്കാൾ ബെറ്റർ പൊക്കാതെ മിണ്ടാതിരിക്കുക. ഓക്കെ, അപ്പോ പക്ഷെ എനിക്കത് ഇഷ്ടമായി കേട്ടോ. DJI:ന്റെയിലാണോ എല്ലാ ഡ്രോണിലും അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഞാൻ ഡ്രോൺ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ പരിപാടി എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ നോൺ ഡ്രോൺ സോൺ ആണെന്നുണ്ടെങ്കിൽ ടേക്ക് ഓഫ് ആവില്ല. നീ ഇനിയിപ്പോ മാനുവൽ മോഡ് ഇട്ടിട്ട് മറ്റേ നമ്മളിപ്പോ മാനുവൽ മോഡോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ കുറച്ച് മോഡുകളുണ്ട്. ഓട്ടോമാറ്റിക് മോഡുകളും ഉണ്ട്, മാനുവൽ മോഡ് ഉണ്ട്, അല്ലെങ്കിൽ RC കണക്ട് ചെയ്തിട്ട് പൊക്കാൻ പറ്റുന്ന മോഡുകളുണ്ട്. നീ നമ്മൾ ഏത് മോഡ് വെച്ച് കണക്ട് ചെയ്താലും അത് പൊങ്ങില്ല. ഡ്രോണിൽ നിന്ന് ഒരു ഇത് വരും, വോയിസ് വരും, മറ്റേ അൺഓതറൈസ്ഡ് ഫ്ലൈയിങ് സോൺ, എയർക്രാഫ്റ്റ് നോട്ട് ഗോയിങ് ടു ഫ്ലൈ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇത് വരും, ഒരു വോയിസ് വരും. മറ്റേ ഡ്രോണ് പെണ്ണാണെങ്കിൽ പൊങ്ങത്തില്ല, ഇപ്പൊ ആണാണെങ്കിലും പൊങ്ങത്തില്ല. അതെന്തായാലും എനിക്ക് ഇഷ്ടമായി. അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാത്തവർ, ഇപ്പൊ എനിക്ക് അറിയാം മറ്റേ എയർപോർട്ട് ആണ് പൊക്കാൻ പറ്റില്ല എന്ന് അറിയാം. പക്ഷെ എയർപോർട്ടിൽ നിന്ന് നമ്മളൊരു 6-7 കിലോമീറ്റർ ഇതില് വരും. 6-7 കിലോമീറ്റർ. എന്റെ മോനെ എന്താ ലുക്ക്, എന്താ സീനില്ല.
ഓ, സഞ്ജയ് വണ്ടി നിർത്തി. സഞ്ജയന്റെ വണ്ടിയിൽ എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ, നോക്കേണ്ടി വരും. ഓ, അതിനു മുന്നേ ഇത് കണ്ടേ, ഇതിനൊക്കെ എന്താ പറയാ, ഇതിനൊക്കെ എന്താ പറയാ അല്ലേ. ഓ വാ, സഞ്ജയനെ ഒന്ന് പോയി നോക്കിട്ടാണ് എന്താ പ്രശ്നം നോക്കട്ടെ. എന്താ ബാങ്കോങ്ങിലേക്ക്? എവിടേക്ക്? ബാങ്കോങ്ങിലേക്ക് 101 കിലോമീറ്ററോ? കടക്കും. ഓക്കെയാണ്. എന്നാ അവനോട് പറ. അവനെന്താ ഈ ചരവാണം വിട്ട പോലെ പോകുന്നു, ചരം വിട്ട പോലെ പൂ കൊണ്ട് പോകുന്നു. ഞാൻ വണ്ടി നിന്നു വിചാരിച്ചു. എന്താ വണ്ടി നിന്നോ? ഗ്ലൗഡാനാ? ആ, ഓക്കെ ഓക്കെ. തണുപ്പടിക്കാൻ തുടങ്ങിയില്ലേ? അതാണ് ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് വന്നു. നല്ല ടൈറ്റ് ഉണ്ട് കേട്ടാ, കുറവാണ് വണ്ടി വലിയ കുറവാണ്. എന്നാലും കയറി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓഹോ ഹോ, ഓക്കെ. എന്റെ പൊന്നേ, ഇത് നോക്ക് നിങ്ങൾ, ആ റോഡിന്റെ ഒരു ഭംഗിയില്ലേ. പിന്നെ വണ്ടി വലിക്കണതിനെ പറ്റിയിട്ട് കേട്ടോ, അതായത് നമ്മള് ഇപ്പൊ നാട്ടില് വലിച്ചെടുത്തിട്ട് പോയില്ലേ, ആ വലിവൊന്നും ഇവിടെ വരില്ല. ഇവിടെ പ്രതീക്ഷിക്കണ്ട കേട്ടോ. കയറ്റം കയറുന്നുണ്ടോ, അതുകൊണ്ടോ നമുക്ക് 4-60 സൗണ്ട് കുറച്ച് മാറുന്നൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ചെക്കൻ പുലിയാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബി വലിച്ചു കയറി പോകുന്നുണ്ട്. ആ, പൊളി, അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് പാങ്ങോങ് ആണ് പെട്ടിരിക്കുന്നത്. അതാണ് ലഡാക്ക് ട്രിപ്പിന്റെ ഒരു എന്താ പറയാ, ഒരു അത്ഭുതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്ലാനുകൾ മിനിറ്റിന് പ്ലാനുകൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ചിലപ്പോൾ ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടാവാം, അല്ലെങ്കിൽ അപ്പുറത്തൊരു സ്നോഫോൾ ഉണ്ടാവാം. ഇവിടുത്തെ പട്ടിക്കുട്ടികളിലൊക്കെ കണ്ടാലേ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ അവിടെ ബ്രീഡുകളിനെ പോലെ ഉണ്ട്. ബ്രീഡുകളിനെ കവച്ച് വയ്ക്കുമോ ഇത്? മനസ്സിലായോ? അത്ര നന്നായിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ ആണല്ലോ, കാരണം അവർ ഈ ടറൈനിൽ വളരുന്നത് കൊണ്ടാണ് തോന്നുന്നു. നല്ല രോമമൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തെരുവ് നായ്ക്കളാ, അടിപൊളി. ഓരോ പട്ടി ഓരോരോ സ്റ്റൈല്. ഓ, എന്നാ രസമാണെന്ന് പറയാ കാണാൻ. അത് പ്രസ് ആവണോണ്ടാണ് തോന്നുന്നു. നമുക്ക് മറ്റേ ക്ലൗഡ് ഇട്ടല്ലോ, ടർമല്. ആണോ? ആ, കൈ നോക്ക്. ആ, കൈ നോക്കുക. ഇതാണ് കൈൻ്റെ അവസ്ഥ. അതുകൊണ്ടാ മഞ്ഞിറങ്ങിട്ടാ. ആ, പൊളി ഇല്ലേ? ആ, അതാ നമ്മളെ 2 പിള്ളേര് വരുന്നു. ഈ റോഡ് കാണണ്ടോ നിങ്ങള്? എന്റെ വണ്ടി കുഴപ്പമില്ല, എപ്പോഴും കേറുന്നുണ്ട്. അതല്ലേ, ഞാൻ എന്നാ മറ്റേ വയറ്റാരെ എടുത്തിട്ടല്ലേ. നല്ല ചന്തമുണ്ടല്ലേ, അടിപൊളിയുണ്ട്. ഇതുണ്ട്, അവരുടെ തെരുവ് നായ്ക്കളാണ് ഇത്. കടിക്കുമോന്ന് അറിയില്ല. ഹലോ, ഹായ്. പേടിക്കാണ്. ഇവർക്കൊക്കെ എങ്ങനെയാടാ ഭക്ഷണം കിട്ടുന്നത്? എങ്ങനെ കിട്ടുന്നത്? എന്ത്, ഇവര് നല്ല വേട്ടക്കാരായിരിക്കില്ലേ? പക്ഷെ നമ്മൾ ഇവരിനെ കൊണ്ടുപോയ ഇത് അവിടെ നമ്മുടെ നാട്ടിൽ ജീവിക്കില്ലല്ലോ.
പറ്റില്ല. ഹലോ, വേണ്ടല്ലേ, പോണ പാട്ടി പോക്കോട്ടെ. പൊക്കോ. ഓ, പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ അവിടുത്തെ നായനെ പോലെ കുരക്കലും പിടിക്കലൊന്നുമില്ല, ഓടി. കണ്ടോ, ഓരോ ടറയിലും ഓരോരോ തരത്തിലുള്ള മ്യൂട്ടേഷൻ സംഭവിച്ച് ഇങ്ങനെ ആയതാണ്. നല്ല ഭംഗിയില്ലേ, വൂൾഫിനെ പോലെ ഉണ്ട് അല്ലേ ശരിക്കും. നമ്മുടെ 2 പിള്ളേര് വരുന്നുണ്ട്. കമോണ്ട മക്കളെ, നല്ലതാ. തണുപ്പല്ലേ അപ്പൊ അത്. അവന്റെ വണ്ടി വലിക്കില്ലെന്ന് തോന്നുന്നു. തണുക്കുന്നുണ്ടോ കൈ? കൈ മരവിക്കണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഗ്ലൗ ഇട്ടിട്ട് മറ്റേ ഒരു സർക്കുലേഷൻ വരാത്തോണ്ടാണോ എന്ന് അറിയില്ല. കയ്യിലാക്കിയാലോ. ഓ, എന്താ ഒരു വ്യൂ ആണല്ലേ. ഇതാ പൊന്നെ, വലിയില്ല അടിപൊളി. ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിലും സന്തോഷം കാണലാണല്ലോ നമ്മുടെ ട്രിപ്പിന്റെ മഹിമ. അതാണ് ഈ കാണുന്നത്. ഉഹൂബിന്റെ വണ്ടി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇഞ്ചൻ മിസ്സിങ് കാണിച്ച് നിർത്തിയിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. മുന്നോട്ടുള്ള യാത്ര പ്രതിസന്ധിയിലായി എന്ന് പറയാലോ. അപ്പോ നമുക്ക് അടുത്ത പണി കിട്ടി. നമ്മൾ പാങ്ങോങ് ഒന്നും പോകുന്നില്ല. ലൈക്ക് വണ്ടി കയറി വന്നു. കേട്ടോ, ഇവിടെ മഞ്ഞൊക്കെ ഉണ്ട്. സോ എന്താ സംഭവം പറഞ്ഞാൽ, ഉഹൂബിന്റെ വണ്ടി കേടായി. ഇഞ്ചൻ മിസ്സിങ് കാണിച്ചു, വണ്ടി കയറുന്നില്ല. ഓ, നല്ല വെയിലുണ്ടല്ലേ, വണ്ടി കയറുന്നില്ല. അപ്പോൾ ഇനി മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ നല്ല മഞ്ഞ് കേട്ടോ, മഞ്ഞൊക്കെ. ഇനി മുകളിലേക്ക് പോകുമ്പോൾ മഞ്ഞ് വീണ സ്ഥലങ്ങളാണ്. നല്ല തണുപ്പടിക്കുന്നുണ്ട്. സോ ഇപ്പം തന്നെ 5 മണിയായി. അപ്പോൾ ഇനി പോണത് റിസ്ക്കാണ്, കാരണം പെട്ടെന്ന് രാത്രിയാവും. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. ഇവിടെ നിന്നൊരു 10-30 മിനിറ്റ് അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ 10-20 കിലോമീറ്റർ താഴെ പോയാൽ ഒരു വില്ലേജ് ഉണ്ട്. അവിടെ ഹോം സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോവാന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, വേറെ വഴിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെയാണ്, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വണ്ടിക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ വണ്ടി നമ്മൾ നോക്കിയാലേ വണ്ടി നമ്മളെ നോക്കുള്ളൂ. സോ അവൻ്റെ ഇഞ്ചൻ മിസ്സിങ് ആണ്, എന്താണെന്ന് അറിയില്ല. എയർ ഫിൽറ്റർ ആവാനാണ് ചാൻസ്. നോക്കണം ഇനിയിപ്പോൾ എന്താണ് അവസ്ഥ എന്ന്. സാരമില്ല, കുഴപ്പമില്ല. നമ്മളെന്തായാലും ലേ വിട്ട് ഇത്രയും ദൂരം വന്നില്ലേ. പാങ്ങോങ് എത്താം 89 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ 89 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മല കയറി ഇറങ്ങി ആ ബാക്കിലത്തെ ആ മല കയറണം. അപ്പോൾ റിസ്ക്കാണ്. അതും വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ റിസ്ക്കാണ്. പിന്നെ കയറിയിട്ട് ഏതെങ്കിലും വില്ലേജ് സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ അതും റിസ്ക്കാണ്. കാരണം ഇവിടുന്ന് 1 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോഴത്തേക്കും 5:13, ഇപ്പം തന്നെ 5:15. 1 മണിക്കൂർ പറയുമ്പോൾ 6:15. എന്നാലും ഇടയിലത്തെ സ്ലോ ഒക്കെ ആക്കലൊക്കെ കൂടിയിട്ട് നോക്കുമ്പോൾ ഒരു 6:30 കഴിയും എന്തായാലും. 6:30 എന്ന് പറയുന്നത് ഹെവി റിസ്ക്കാണ്. അത്രയും തണുപ്പ് ഇറങ്ങും. പിന്നെ വഴി വെച്ച് വണ്ടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സീനാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും ഇതേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഇഷ്ടം പോലെ പണി കിട്ടും കേട്ടോ, ഇഷ്ടം പോലെ. നമ്മൾ എന്താ പറയുക, നമ്മൾ മൂന്നാർ പോകുന്ന പോലെയോ അല്ലെങ്കിൽ കൊടൈക്കനാലോ പോകുന്ന പോലെയോ അല്ലെങ്കിൽ ഊട്ടി പോകുന്ന പോലെയോ ഈസി ആയിട്ട് കയറി പോയിട്ട് ഈസി ആയിട്ട് ഇറങ്ങി വരാമെന്നുള്ളൊരു വിചാരം കൊണ്ട് ആരും ലഡാക്ക് കയറണ്ട. നമുക്ക് ഇഷ്ടം പോലെ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പാർട്ട് ഓഫ് നമ്മുടെ ട്രാവലിൻ്റെ ഭാഗമാണ്, പാർട്ട് ഓഫ് ജേർണിയാണ്. ഓക്കെ, പാർട്ട് ഓഫ് ട്രിപ്പാണ്. സോ ഇതിലും നമ്മൾ എൻജോയ്മെൻറ്റ് കാണുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല.
കണ്ടോ നോക്ക് എൻ്റെ പൊന്നെ, ഈ സൈഡ് മഞ്ഞ് ഇറങ്ങി തുടങ്ങി, ഈ സൈഡ് മഞ്ഞ് ഇറങ്ങിയിട്ടില്ല. കണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞില്ലേ കഴിച്ചത്, മിനിറ്റിന് നമ്മുടെ പ്ലാനുകൾ എല്ലാം ചേഞ്ച് ആവും. അതാണ് ലഡാക്ക് ട്രിപ്പ്. ഓക്കെ, അങ്ങനെ ചേഞ്ച് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ നോർമലി ഏതെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറൊക്കെ കയറിയാൽ പോരെ. ഓക്കെ, നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് ഈ വിരലൊന്നും ഫീൽ ചെയ്യുന്നില്ല സത്യത്തിൽ. ഈ വിരലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ഭയങ്കര എന്തോ ആണി അടിച്ച് തറച്ച് വെച്ച പോലെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണേലും എന്ത് വേണേലും പണി കിട്ടും. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് വരിക. ഒരു പണി കിട്ടുമ്പോൾ നമ്മൾ അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്, അതിനെ തരണം ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ നേരെ താഴെ ഇറങ്ങിയിട്ട് ഒരു 30 മിനിറ്റ് യാത്രയുണ്ട്. നേരെ താഴെ ഇറങ്ങുന്നു. അവിടെ ഒരു ഹോം സ്റ്റേ കിട്ടുമെന്നാണ് നമ്മുടെ ഇവിടെ ഒരു ആർമി ക്യാമ്പ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അവിടത്തെ കിട്ടുമെന്ന് പറഞ്ഞു. സോ അവിടെ പോകുന്നു. അവിടെ ഇന്നത്തെ സ്റ്റേ അടിച്ചതിന് ശേഷം നാളെ നമ്മൾ നമ്മുടെ യാത്ര തുടരും. അവൻ്റെ ബൈക്ക് ആദ്യം നമുക്കൊന്ന് ശരിയാക്കണം. സഞ്ജയൻ്റെ ബൈക്ക് ഇതന്നെയാണ് കേട്ടോ. കോൾഡ് എന്താ പറയുക, തണുപ്പ് ആൾട്ടിറ്റ്യൂഡ് കൂടിയപ്പോൾ തണുപ്പ് കൂടിയപ്പോൾ സംഭവം ബൈക്ക് മാനുഫാക്ചറിങ് ആയതാണ് തോന്നുന്നു. ബൈക്കിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായി തണുപ്പ്. സോ ബൈക്ക് അതാണ് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ബൈക്ക് പിണങ്ങും, നമ്മളോട് ബൈക്ക് കരയും, നമ്മളോട് ബൈക്ക് ചിരിക്കും, സംസാരിക്കും, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലഡാക്ക് ട്രിപ്പ് അതായത് നമ്മുടെ ബൈക്ക് നമ്മളെ സ്മൂത്തായിട്ട് കൊണ്ടുപോകും. അവർ നമ്മളോട് സംസാരിക്കും. പലരും പറയും ഇതൊരു എഞ്ചിൻ അല്ലേ, അല്ലെങ്കിൽ ഒരു ഒരു മെക്കാനിക്കൽ സാധനം അല്ലേന്ന്. ഇതിൽ ഞാൻ പറയുന്നത് ചിലർക്കെങ്കിലും ഫീലാവും ഇത് നമ്മുടെ കൂടപ്പിറപ്പ് പോലെയാണ്. സോ ഇവർ നമ്മളോട് സംസാരിക്കും, പല സിഗ്നൽ തരും, ചിരിക്കും, കരയും, ചിലപ്പോൾ ചീത്ത പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ എന്താ പറയുക, ചെറിയ വലിയ പണികളിൽ നിന്നും അവർ നമ്മളെ രക്ഷിക്കും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. വരുന്നവർ ഇതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ പാർട്ട് ഓഫ് ട്രാവലാണ്. നമുക്ക് എന്തായാലും ലഡാക്ക് ട്രിപ്പിൽ വന്നിട്ട് ചുമ്മാ അങ്ങ് കയറി വന്ന് ചുമ്മാ അങ്ങ് ഇറങ്ങി പോവാന്ന് വിചാരിക്കണ്ട. അതന്നെ അഡ്വഞ്ചർ. ഓക്കെ, അതാണ് അഡ്വഞ്ചർ ട്രിപ്പ്. അപ്പോൾ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഓക്കെ, അപ്പോൾ അത് ഫീൽ ചെയ്യുക, അതുകൂടെ നമ്മൾ ഫീൽ ചെയ്യുക, നമ്മൾ എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ താഴെ പോകുന്നു. ഹോം സ്റ്റേ കിട്ടുമോ നോക്കട്ടെ. ഹോം സ്റ്റേ കിട്ടിയിട്ട് അവിടെ സ്റ്റേ. ഓക്കെ, അപ്പോൾ ഹാൻലേ പോകുന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.